റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടത്തിലെ ഇന്ത്യൻ പുരാവസ്തുക്കൾ ഉൾപ്പെടെ 600-ലധികം അമൂല്യ വസ്തുക്കൾ ബ്രിസ്റ്റോളിലെ മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു. 2 മാസം മുൻപാണ് മോഷണം നടന്നതെങ്കിലും ഇതിന്റെ വാർത്ത ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. സെപ്റ്റംബർ 25-ന് പുലർച്ചെ 1 മണിക്ക് ശേഷമായിരുന്നു മോഷണമെന്നും വ്യക്തമാകുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെയും കോമൺവെൽത്ത് ശേഖരത്തിന്റെയും ഭാഗമായിരുന്ന വസ്തുക്കളാണ് മോഷ്ടിക്കപ്പെട്ടത്. സംഭവസ്ഥലത്ത് കണ്ട 4 വെള്ളക്കാരായ പുരുഷന്മാരുടെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. കൊള്ളക്കാരെ തിരിച്ചറിയാൻ പൊതുജനങ്ങൾ സഹായിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കളിൽ ആനക്കൊമ്പ് കൊണ്ടുള്ള ബുദ്ധപ്രതിമയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥന്റെ അരപ്പട്ടയുടെ ബക്കിളും ഉൾപ്പെടുന്നു. വലിയ സാംസ്കാരിക മൂല്യമുള്ള ഒട്ടേറെ വസ്തുക്കളുടെ മോഷണം വലിയ നഷ്ടമാണെന്ന് ഡിറ്റക്റ്റീവ് കോൺസ്റ്റബിൾ ഡാൻ ബോഗൻ അഭിപ്രായപ്പെട്ടു. ലണ്ടനിൽ 2028 മുതൽ എയർപോർട്ടുകളിലേക്കും സമീപ നഗരങ്ങളിലേക്കും ഫ്ലൈയിംഗ് ടാക്സി യാഥാർത്ഥ്യമാവുന്നു. ലണ്ടനിലെ കാനറി വാർഫിൽ നിന്നും ഗാറ്റ്വിക്, ഹീത്രൂ, കേംബ്രിഡ്ജ് എന്നിവയുൾപ്പെടെ പലയിടങ്ങളിലേക്കും യാത്രക്കാരുമായി വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഫ്ലൈയിംഗ് ടാക്സികൾ അധികം താമസിയാതെ പറന്നു തുടങ്ങും. മണിക്കൂറിൽ 150 മൈൽ വേഗതയിലായിരിക്കും ഇവ പറക്കുക. 2028 മുതൽ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഇത്തരം യാത്രകൾ നടത്തുന്നതിനുള്ള അനുമതികൾ നൽകിക്കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും യുകെയുടെ ആകാശത്ത് പറക്കാൻ തുടങ്ങുന്നതിന് മുൻപായി ഇനിയും ഒരുപാട് നിയന്ത്രണ തടസ്സങ്ങൾ മറികടക്കേണ്ടതുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ആദ്യത്തെ വാണിജ്യപാതയിൽ സർവീസ് നടത്താൻ തങ്ങളുടെ വാലോ എയർക്രാഫ്റ്റുകൾക്ക് അനുമതി ലഭിക്കുമെന്നാണ് വെർട്ടിക്കൽ എയ്റോസ്പേസ് പ്രതീക്ഷിക്കുന്നത്. ഊബർ ടാക്സികൾ വാടകയ്ക്കെടുക്കുന്ന നിരക്കിൽ ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കാൻ ഫ്ലൈയിംഗ് ടാക്സികൾക്ക് കഴിയുമെന്നാണ് ഈ ബ്രിട്ടീഷ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ അതത് സ്ഥാപനങ്ങളിലെയും വോട്ടുകളാണ് എണ്ണുക. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. 14 ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ അതത് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റുകളിലായിരിക്കും എണ്ണുക. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രത്തിലാണ് നടക്കുക. ഇവിടെ ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പോസ്റ്റൽ ബാലറ്റുകൾ അതാത് ഭരണാധികാരികളുടെ ടേബിളിൽ എണ്ണിത്തീർക്കും. 2 ഘട്ടങ്ങളിലായി തദ്ദേശ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ആകെ 73.69% പോളിംഗ് കഴിഞ്ഞ തവണ 75.95% ആയിരുന്നു. 1ാം ഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞെങ്കിലും 2ാം ഘട്ടത്തിൽ ആ കുറവ് വോട്ടർമാർ നികത്തി. കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടന്ന 7 വടക്കൻ ജില്ലകളിലും പോളിംഗ് 70% കടന്നു. കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്യാനെത്തി. 78.18%, പുരുഷന്മാർ 73.74%. ഉയർന്ന പോളിംഗ് വയനാട്ടിലാണ് 78.3%, കുറവ് തൃശൂരിലും 72.27%. 2ാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനം 76.08%. 1ാം ഘട്ടത്തിൽ 70.91 ആയിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വയനാട്ടിലും കുറവ് പത്തനംതിട്ടയിലുമാണ്. കോർപ്പറേഷനുകളിൽ കണ്ണൂരാണ് കൂടുതൽ പോളിംഗ് 70.33%. ഏറ്റവും കുറവ് തിരുവനന്തപുരത്തും 58.29%. 2 ഘട്ടങ്ങളിലും കൂടി 72.76% പുരുഷന്മാരും 74.51% സ്ത്രീകളും വോട്ട് ചെയ്തു. ഇനി സ്പോർട്സ് വാർത്തകൾ. 2026 നടക്കാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ ടിക്കറ്റ് നിരക്കുകൾ ഫിഫ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആരാധകർ രോഷത്തിൽ. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് $180 മുതൽ $700 വരെയും ഫൈനലിന് ഏറ്റവും കുറഞ്ഞത് $4185 വില. മുൻപ് ഫിഫ വാഗ്ദാനം ചെയ്ത $60 ടിക്കറ്റ് നിരക്കിൽ നിന്നും വലിയ വർധനവാണിത്. ആരാധക സംഘടനയായ ഫുട്ബോൾ സപ്പോർട്ടേഴ്സ് യൂറോപ്പ് ഈ നിരക്കുകൾക്കെതിരെ പ്രതിഷേധിച്ചു. ലോകകപ്പിന്റെ പാരമ്പര്യം മാനിക്കാൻ ഫിഫയോട് ആവശ്യപ്പെട്ടു. ടിക്കറ്റ് വിൽപ്പനയുടെ 3ാം ഘട്ടം റാൻഡം സെലക്ഷൻ ഡ്രോ വഴി ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 120.97 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.